ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നാടൻ രീതിയിലുള്ള ബീഫ് കറിയാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഒരു കുക്കറിലേക്ക് 1 കിലോ ബീഫ് ക്ലീൻ ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു കഷ്ണം ഇഞ്ചി ചെറുതായി കട്ട് ചെയ്തും 4-5 വെളുത്തുള്ളി കട്ട് ചെയ്തും 2 പച്ചമുളക് ചോപ്പ് ചെയ്തും ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1.5 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ ഗരം മസാലയും 1 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1 ടീസ്പൂൺ ഉപ്പും 1 ടീസ്പൂൺ നാരങ്ങ നീരും ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ഗ്രേവിക്ക് ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ച് ഒരു 4-5 വിസിൽ വരുന്നവരെ നമുക്കതൊന്ന് വേവിച്ചെടുക്കണം. ഇനി ഒരു പാൻ വെച്ച് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് 3-4 വെളുത്തുള്ളി കട്ട് ചെയ്തും 1 കഷ്ണം ഇഞ്ചി കട്ട് ചെയ്തും ഇട്ട് കൊടുക്കുക. ഇനി ഇതൊന്ന് വാടി ഒന്ന് മുരിഞ്ഞ് വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു 20ഓളം ചെറിയ ഉള്ളി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുക. കൂടെ ഒരു 1/2 ടീസ്പൂൺ ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി ഒന്ന് വാടി വരണം. ഒന്ന് വാടി മുരിഞ്ഞ് വരുന്ന സമയത്ത് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും 1.5 ടീസ്പൂൺ ഗരം മസാലയും ചേർക്കുക. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സാക്കി ഇതിൻ്റെ ആ പൊടികളുടെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് ഇതിലേക്ക് നേരത്തെ നമ്മൾ വേവിച്ച് വെച്ച ബീഫ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ചധികം തന്നെ കറിവേപ്പില ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്നും കൂടെ നന്നായിട്ട് മിക്സാക്കി ഒരു 3 മിനിറ്റ് നേരം കൂടെ നമുക്കൊന്ന് വേവിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് ഒന്നും കൂടെ നല്ലപോലെ മിക്സാക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ കറിയിൽ കൂടുതൽ രുചി വരുന്നത് കുറേ ചെറിയ ഉള്ളിയും കറിവേപ്പിലയൊക്കെ നന്നായിട്ട് ചേർക്കുമ്പോഴാണ് ഒരു പ്രത്യേക രുചി വരുന്നത് കേട്ടോ, രുചി കൂടുന്നത്. അപ്പോൾ അങ്ങനെ നമ്മുടെ ബീഫ് കറി റെഡി ആയിട്ടുണ്ട്. നല്ല മണം വരുന്നുണ്ട്, നല്ല രുചിയുണ്ട്. അപ്പോൾ ഇത് ചോറിൻ്റെ കൂടെയോ ബ്രെഡിൻ്റെ കൂടെയോ ഒക്കെ കഴിക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ.